തിരുവനന്തപുരം ചിറയൻകീഴിൽ ഗൃഹനാഥനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച് മോഷണം. പുലർച്ചെ 2 മണിയോടെയാണ് ചിറയൻകീഴ് സ്വദേശി ഷാജി ആക്രമിക്കപ്പെട്ടത്. 3 അംഗ സംഘം ഷാജിയുടെ കഴുത്തിന് വെട്ടിപ്പരിക്കേൽപ്പിക്കുകയും ഉമ്മ നസീമയെ ഭീഷണിപ്പെടുത്തി മാല കവരുകയും ചെയ്യുകയായിരുന്നു. ഞാനും എൻ്റെ മോളും കിടക്കുന്ന റൂമിനകത്തോട്ട് കയറി വന്ന് അപ്പോൾ ഞാനിങ്ങനെ ഞാനിങ്ങനെ തിരിഞ്ഞിങ്ങോട്ട് എണീറ്റപ്പോൾ കാണാൻ ഒരാൾ നിൽക്കുന്നത്. അപ്പോൾ ഞാൻ നിൽച്ചേക്ക് എൻ്റെ മോളായിരിക്കും മുറ്റത്ത് പോയി എണീച്ചേന്ന്. നമ്മൾ റായില എന്ത് റായില നീ എന്ന് കറങ്ങണ അപ്പോൾ കാണാൻ എന്താ വെട്ടിയാത്തി എണീര് പൊക്കൊല്ലും മിണ്ടരുത്, ശബ്ദിച്ചു പോരുത്. കഴുത്തി കിടന്ന മാല വലിച്ചങ്ങറുത്ത് എടുത്ത് മേശയും വലിച്ച് തുറന്ന് പൈസ എടുത്ത് വെട്ടിയാത്തി. അപ്പോൾ ഇത് വെട്ടി ഇവിടെ ഇട്ടെങ്കിൽ നമ്മൾ അറിഞ്ഞില്ല അവനെ വെട്ടിയിട്ടേക്കാണെന്ന്. ദേവൻ എംപിയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി. ദേവൻ, ഞെട്ടിപ്പിക്കുന്ന സംഭവമാണ്. ഇതെന്താണ് ഉണ്ടായിരിക്കുന്നത്? ഈ പ്രതിയെപ്പറ്റി എന്തെങ്കിലും സൂചന ലഭിച്ചിട്ടുണ്ടോ? സംഗീത, ഇന്ന് പുലർച്ചെ 2:30 തിരുവനന്തപുരം ചിറയൻകീഴ് ഈ സംഭവം ഉണ്ടാകുന്നത്. ചിറയൻകീഴ് കിഴുവിലം സ്വദേശിയായിട്ടുള്ള ഷാജിയാണ് ഇത്തരത്തിൽ 3 അംഗ സംഘം ഈ വീടിന് മുന്നിലിട്ട് ക്രൂരമായി വെട്ടിപ്പരിക്കേൽപ്പിക്കുകയും ഷാജിയുടെ ഉമ്മയുടെ കഴുത്തിൽ നിന്ന് ഈ മാല മോഷ്ടിക്കുകയും ചെയ്തിട്ടുള്ളത്. ഈ രാവിലെ ഈ മത്സ്യത്തൊഴിലാളിയാണ് ഈ ചിറയൻകീഴ് സ്വദേശിയായിട്ടുള്ള ഷാജി രാവിലെ ഈ ഹാർബറിൽ മത്സ്യമെടുക്കാനായി വീടിന് പുറത്തേക്ക് ഇറങ്ങിയ സമയത്താണ് ഈ 3 അംഗ സംഘം വീടിന് മുന്നിലേക്ക് എത്തുന്നതും ആദ്യം ഈ വെട്ടുകത്തി ഉപയോഗിച്ചുകൊണ്ട് ഷാജിയുടെ കഴുത്തിനും കൈക്കുമെല്ലാം തന്നെ ഈ പരിക്കേൽപ്പിക്കുകയും ചെയ്തു. തുടർന്ന് ഈ വീട്ടിനുള്ളിലേക്ക് കയറിയ ഈ പ്രതികൾ ഉള്ളിലുണ്ടായിരുന്ന ഉമ്മയും ഒപ്പം തന്നെ ഷാജിയുടെ ഭാര്യയെയും ഭീഷണിപ്പെടുത്തുകയും ഉമ്മയുടെ കഴുത്തിൽ നിന്ന് ഈ മാല കവരുകയും ചെയ്തു. ഈ മോഷണ ശേഷം ഈ പ്രതികൾ അവിടെ നിന്നും അപ്പോൾ തന്നെ കടന്നു കളയുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ ഈ സംഭവത്തിൽ ഈ 3 ആളുകളാണ് ഈ സംഭവത്തിൽ ഉണ്ടായിരുന്നതെന്നാണ് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. എന്നാൽ ഇവരുടെ പേരുവിവരങ്ങളൊന്നും തന്നെ പോലീസിന് ഇതുവരെയും ലഭ്യമായിട്ടില്ല. വീടിനടുത്തുള്ള CCTV ദൃശ്യങ്ങളടക്കം പരിശോധിച്ചുകൊണ്ട് ഇപ്പോൾ ഈ പ്രതികൾക്കായിട്ടുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഈ പ്രതികളുടെ ആക്രമണത്തിൽ ക്രൂരമായി പരിക്കേറ്റ ഷാജിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയ്ക്കായും പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഷാജിയുടെ കഴുത്തിനും കൈക്കും ഒപ്പം തന്നെ തലയ്ക്കുമെല്ലാം തന്നെ ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ 3 പ്രതികൾക്കായിട്ടുള്ള അന്വേഷണം ചിറയൻകീഴ് പോലീസ് ആരംഭിച്ചിട്ടുമുണ്ട്. സംഗീത. ശരി ദേവൻ.